എന്താണ് ഈ ഒരു യു ഡി പി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് യു ഡി പി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ എന്നാണ് ഇനി പറയുന്നത്. ഈ ഒരു പ്രോട്ടോകോള് ഒരു ടി സി പിയെക്കാളും മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോട്ടോകോളാണ് യു ഡി പി. അതിനുശേഷമാണ് ടി സി പി വന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഈ ഒരു യു ഡി പി എന്ന് പറഞ്ഞൊരു പാക്കറ്റ് അല്ലെ പ്രോട്ടോകോളിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ടി സി പി കുറച്ച് ഫോർമാലിറ്റികളുണ്ട്, പക്ഷേ ഈ ഒരു യു ഡി പിക്ക് അത്ര വലിയ ഫോർമാലിറ്റികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഈ യു ഡി പി പ്രോട്ടോകോള് ഒ എസ് ഐ മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒ എസ് ഐ മോഡലിലെ ലെയർ 4ലാണ് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയറിലാണ് ഈ കംപ്ലീറ്റ് ഈ ട്രാൻസ്മിഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എല്ലാം വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസ് എല്ലാം വർക്ക് ചെയ്യുന്ന ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയറിലായിരിക്കും. അപ്പോൾ യു ഡി പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒ എസ് ഐ മോഡലിനകത്തും ടി സി പി ഐ പി സ്റ്റാക്കിൻ്റെ അകത്തും ട്രാൻസ്പോർട്ട് ലെയറിലാണ് യു ഡി പി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു മെയിൻ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി പി കൂടുതൽ നമ്മൾ സ്ട്രീമിംഗ് മീഡിയയിലാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ വീഡിയോ സ്ട്രീമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ഗെയിമിങ്, അതുപോലെ വോയിസ് ഓവർ ഐ പി, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് യു ഡി പി ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലെറ്റൻസി കുറവ് അല്ലെ സ്ലോനെസ് കുറവായിട്ട് പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾസ് ആണ്. ഇപ്പൊ സ്ട്രീമിംഗ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സ്ട്രീം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ സ്ട്രീം ചെയ്യുമ്പോൾ ഏറ്റവും സ്പീഡിൽ അതിന്റെ ഡേറ്റ നമ്മുടെ ആ ഒരു ഡിവൈസിൽ വന്നാൽ മാത്രമേ ആ വീഡിയോ കൃത്യമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തായാലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ വരുന്ന സ്ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സും എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ആ വീഡിയോ പ്ലേ ബാക്കിലോ ഒക്കെ പ്രശ്നം വരും. ഓൺലൈൻ ഗെയിം ആണല്ലോ, അത് തന്നെയാണ്, റിയൽ ടൈമിലാണ് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെൻഡ് ചെയ്ത ഡേറ്റയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെല്ലണം. വോയിപ്പിന്റെ കേസ് ആണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. നമ്മൾ സംസാരിക്കുമ്പോൾ റിയൽ ടൈമിൽ അപ്പുറത്തത് കേൾക്കാൻ പറ്റണം. ഇപ്പോൾ യു ഡി പി ആകുമ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യുന്നു, നല്ല സ്പീഡാണ്. ടി സി പിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വോയിസ് ഓവർ ഐ പി ഒക്കെ ടി സി പിയിലാണ് നമ്മൾ ഇപ്പം കോൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാക്കറ്റ് അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടി സി പി അത് റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയാണ് ഈ ഒരു ടി സി പി നമ്മൾ വോയിപ്പിൽ അങ്ങനെ ഉപയോഗിക്കാത്തത്. അപ്പോൾ എന്താ പറയുക, വോയിപ്പിനൊക്കെ ഉപയോഗിക്കുന്ന യു ഡി പി ആണ്.